ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നിഷേധാത്മകമായ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കൂടെ കൂടെ കയറി വരും. ഈ ചിന്തകൾ മനുഷ്യന് ഒട്ടും നന്മ ചെയ്യുന്ന ചിന്തകളല്ല, മറിച്ച് ഒരുപാട് ദോഷം ചെയ്യും. മനുഷ്യൻ്റെ ഉത്സാഹത്തെ നശിപ്പിക്കും. അവന് നിഷേധാത്മകമായി ചിന്തിക്കാൻ ഈ ചിന്തകൾ പ്രേരിപ്പിക്കും. മനുഷ്യൻ്റെ സന്തോഷം നശിച്ചു പോയിട്ട് ആ സ്ഥാനത്ത് നിരാശ കടന്നു വരും. അപ്പോൾ നിഷേധാത്മക ചിന്തകളെ എന്തായാലും ഒഴിവാക്കിയേ തീരൂ. പക്ഷെ എങ്ങനെ ഒഴിവാക്കും? ബോധപൂർവം നിഷേധാത്മക ചിന്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കും തോറും എത്ര കണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ആ ചിന്തകൾ കൂടുതൽ ശക്തി പ്രാപിക്കും. ആ ചിന്തകളുടെ ആവർത്തനങ്ങൾ വർദ്ധിക്കും. ആ ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിഷേധാത്മക ചിന്തകളെ ഒഴിവാക്കുന്ന ഒരു പരിപാടി തീരെ നടപ്പില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ശ്രമിക്കുന്നത് അപകടവുമാണ്. കാരണം വേണ്ടാത്ത ചിന്ത മനസ്സിൻ്റെ പ്രധാന ചിന്തയായി മാറിപ്പോകും. ഇനി നിഷേധാത്മക ചിന്തകൾ എന്താ ചെയ്യാൻ കഴിയുക? അവയെ അവഗണിക്കുക, അല്ലെങ്കിൽ മറന്നു കളയുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നൊക്കെ ചിലർ പറയും. പക്ഷെ മറന്നു കളയുക, അവഗണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയെയും മനുഷ്യ മനസ്സ് മറന്നു കളയുന്നില്ല. പ്രത്യേകിച്ചും നിഷേധാത്മക ചിന്തയാണെങ്കിൽ. ഒരു ശുഭചിന്തയാണെങ്കിൽ ചിലപ്പോൾ മറന്നു കളഞ്ഞെന്ന് വരും. പക്ഷെ ഒരു നിഷേധാത്മക ചിന്ത വന്നാൽ പിന്നെ ആ ചിന്തയെ പറ്റിയായിരിക്കും മനുഷ്യ മനസ്സിൻ്റെ ചിന്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിന്ത മനുഷ്യ മനസ്സിൽ എപ്പോഴും സജീവമായിട്ട് നിലകൊള്ളും. ആ ചിന്ത പല പ്രാവശ്യം ആവർത്തിക്കപ്പെടും എന്ന് മാത്രമല്ല, ആ ചിന്ത നിഷേധാത്മകമായ ഫലങ്ങൾ മനുഷ്യന് ഉണ്ടാക്കുകയും ചെയ്യും. അവനെ നിരാശനാക്കും, ഉത്സാഹവും കെടുത്തും. അപ്പോൾ ഒഴിവാക്കൽ നടക്കില്ല, ഇവയെ അവഗണിക്കലും നടക്കില്ല. പിന്നെ എന്താ ചെയ്യുക? ഈ ചിന്തകളെ അംഗീകരിക്കണം. അംഗീകരിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്നുള്ളത് നമ്മൾ സമ്മതിച്ച്, എന്നിട്ട് ഈ ചിന്തയ്ക്ക് ഒരു മറുചിന്ത അല്ലെങ്കിൽ ഒരു മറുപടി, അത് നിങ്ങളോട് തന്നെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയുന്നത് പോലെ മനസ്സിൽ പറയണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളൊരു ചിന്ത. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളിപ്പോൾ സംസാരിച്ചത് ഞാൻ കേട്ടു, ഞാനത് മനസ്സിലാക്കി, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ കേൾക്കണം, അത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത് ഇതാണ്: എനിക്ക് ധാരാളം പൈസയുണ്ട്, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞിട്ടും പിന്നെയും എൻ്റെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചിന്ത വരുന്ന ഓരോ സമയത്തും ഈ മറുചിന്ത കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചാൽ ആ നിഷേധാത്മക ചിന്തയുടെ പ്രാധാന്യം കുറയും, അതിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും, ആ ചിന്തയുടെ ആവർത്തനങ്ങൾ കുറയും. അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുന്നതിനനുസരിച്ച് ആ ചിന്ത സാവകാശം ഇല്ലാതാകും.
ഏത് നിഷേധാത്മക ചിന്തകൾ മനസ്സിലേക്ക് വന്നാലും ആ ചിന്തകളെ നിർത്തിക്കളയുന്നതിന് അല്ലെങ്കിൽ അവയ്ക്കൊരു വിരാമം ഇടുന്നതിന് ഇതാണ് ഏറ്റവും ഫലപ്രദമായ ഒരു പരിഹാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.